അനാട്ടമി. നമുക്കിനി ബോട്ടണിയിൽ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതിൽ ഫോക്കസ് ഏരിയയിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഓർക്കണം 6-1-1, പിന്നെ 6-1-2-2. അപ്പോൾ ഫോക്കസ് പോയിന്റിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും കോംപ്ലക്സ് ടിഷ്യൂവും അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് നോക്കാം. അനാട്ടമിയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. The following are the anatomical features of flowering plants. Arrange these features in the table given below. അപ്പോൾ സ്റ്റെമ്മിൻ്റെ ക്യാരക്ടർ, റൂട്ടിൻ്റെ ക്യാരക്ടർ, ലീഫിൻ്റെ ക്യാരക്ടർ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ജൂലൈ 2019 ഇംപ്രൂവ്മെൻറ്റ് ചോദ്യമാണ്. അതേപോലെ the tissue found in between upper and lower epidermis of the leaf is called mesophyll. Write the type of cells found in this tissue in a dicot leaf. Mention 2 differences between dicot leaf and monocot leaf. അത് ചോദിച്ചിട്ടുള്ളതാണ്. ഇതും 2018 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം ഇതിലും ചോദിച്ചിട്ടുണ്ട്. The tissue involved in secondary growth of dicot plants are vascular cambium and compare the formation of vascular cambium in dicot stem and dicot root. അപ്പോൾ ഓർക്കുക, ഇത് 2017 മാർച്ചാണ്. അപ്പോൾ അതേപോലെ ഇതുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ. ഓൾ ദ ടിഷ്യൂസ് ഇൻസൈഡ് ഓഫ് ദ എൻഡോഡെർമിസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് കൺജങ്ക്റ്റീവ് ടിഷ്യൂ, സ്റ്റീല്, പെരിസൈക്കിൾ, വാസ്കുലർ ബണ്ടിൽ. അത് സ്റ്റീലാണ്. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. അനാട്ടമി. എന്താണ് ഈ അനാട്ടമി എന്ന് ഉദ്ദേശിക്കുക? നമ്മൾ മോർഫോളജി പഠിച്ചു, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിച്ചു. അടുത്തത് അനാട്ടമിയാണ്. അനാട്ടമി മീൻസ് അനാട്ടമി എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ മോർഫോളജി നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ ഫോം ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചർ ആൻഡ് ഫോം ഓഫ് ഓർഗാനിസംസിനെ കുറിച്ച് പഠിക്കുന്നതാണ് മോർഫോളജി. എന്നാൽ അനാട്ടമി മീൻസ് സ്റ്റഡി ഓഫ് ഇൻറ്റേർണൽ സ്ട്രക്ചർ. അപ്പോൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൻജിയോസ്പേം അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ആന്തരഘടനയെക്കുറിച്ചുള്ള പഠനമാണ് അനാട്ടമി. അപ്പോൾ നമ്മളൊരു പ്ലാൻ ബോഡി എടുത്താൽ അതിൻ്റെ ആന്തരഘടനയെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ അതിൻ്റെ സെക്ഷൻ എടുക്കണം. അപ്പോൾ ഇത് ഒരു പ്ലാന്റിൻ്റെ ഇപ്പോൾ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ലീഫ് എടുക്കാം, സ്റ്റെം എടുക്കാം, റൂട്ട് എടുക്കാം. അപ്പോൾ ലീഫ്, സ്റ്റെം, റൂട്ട് നമ്മൾ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എടുത്താൽ അല്ലെങ്കിൽ നമ്മൾ സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമുക്കറിയാം അത് നിർമ്മിച്ചിരിക്കുന്നത് ധാരാളം ടിഷ്യൂസാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ടിഷ്യൂസാണ്. അപ്പോൾ എന്താണ് ടിഷ്യൂസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. ഇനി ആ ഗ്രൂപ്പ് ഓഫ് സെൽസിനെ മൊത്തത്തിൽ വെറുതെ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെ നമ്മൾ ടിഷ്യൂ എന്ന് പറയില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിന് എന്തെല്ലാം വേണം? സിമിലർ സ്ട്രക്ചർ, ഒരേ ഘടനയായിരിക്കണം. സിമിലർ ഫങ്ഷൻ, ഒരേ ധർമ്മമായിരിക്കണം. ഇപ്പോൾ സിമിലർ സ്ട്രക്ചർ, സിമിലർ ഫങ്ഷൻ, അങ്ങനെയുള്ള ഒരു കൂട്ടം കോശങ്ങളെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുക. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിത്ത് സെയിം സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് സെൽസിനെ നമ്മൾ ടിഷ്യൂസ് എന്ന് പറയും. ഇനി പ്ലാന്റ് ടിഷ്യൂസ് ഓർക്കുക. പ്ലാന്റ് ടിഷ്യൂസ് പ്രധാനമായി 2 തരം. ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അല്ലെങ്കിൽ മെരിസ്റ്റം ഓർക്കുക. ഇനി രണ്ടാമത്തത് പെർമനൻ്റ് ടിഷ്യൂ ഓർക്കണം. പെർമനൻ്റ് ടിഷ്യൂ. അപ്പോൾ ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, 2 പെർമനൻ്റ്. ഓർ മെച്യൂർ ടിഷ്യൂ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അല്ലെങ്കിൽ മെരിസ്റ്റം, 2 പെർമനൻ്റ് ടിഷ്യൂ. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള സെല്ലുകൾ ഡിവൈഡിങ് ആണ്. ഇപ്പോൾ ഡിവൈഡിങ് സെൽസ് അല്ലെങ്കിൽ ഗ്രോയിങ് സെൽസ് അല്ലെങ്കിൽ ആക്റ്റീവ്ലി
ഡിവൈഡിങ് സെൽസ് ഉള്ള, ഇപ്പം ടിഷ്യൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് ടിഷ്യൂ സെൽസാണ്, ഇവിടെയും സെൽസാണ്. അപ്പം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുമ്പം ആ സെല്ലുകൾ ഡിവൈഡിങ് ആണ്, ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസാണ്. അപ്പോൾ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്, ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസോട് കൂടിയ ടിഷ്യൂ ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അപ്പോൾ എന്തായിരിക്കും പെർമനൻറ്റ് ടിഷ്യൂ? ഡിവൈഡിങ് അല്ല. അപ്പം നോൺ ഡിവൈഡിങ് സെൽസ്. അപ്പോൾ സെല്ലുകൾ നോൺ ഡിവൈഡിങ് ആണ്, അപ്പോൾ അത് മെച്യൂർ എന്ന് പറയാം. അപ്പം നോൺ ഡിവൈഡിങ് സെൽസോട് കൂടിയ ടിഷ്യൂ ആണ് പെർമനൻറ്റ് ടിഷ്യൂ. പെർമനൻറ്റ് എന്ന് വെച്ചാൽ അർത്ഥം സ്ഥിരം, സ്ഥിരകല എന്ന് പറയാം. സ്ഥിരം മീൻസ് അവിടെ ഡിവിഷൻ ഇല്ല. എന്നാൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അല്ലെങ്കിൽ മെരിസ്റ്റമിക് കല അല്ലെങ്കിൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിവൈഡിങ് ആണ്. അപ്പം നമുക്ക് ആദ്യം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂയിലേക്ക് വരാം, അല്ലെങ്കിൽ മെരിസ്റ്റം. മെരിസ്റ്റം എന്ന വാക്ക് വന്നത് തന്നെ മെരിസ്റ്റോസ് എന്ന വാക്കിൽ നിന്നാണ്. മെരിസ്റ്റോസ്, മെരിസ്റ്റോസിൻ്റെ മീനിങ് എന്താണ്? ഡിവൈഡഡ് എന്നാണ്. അപ്പോൾ ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയ സെല്ലുകൾ ചേർന്നുള്ള ടിഷ്യൂ ആണ് മെരിസ്റ്റം അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഓർക്കുക, ഈ മെരിസ്റ്റത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാം പല രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മെരിസ്റ്റമാണ്. ക്ലാസിഫിക്കേഷൻ, വർഗീകരണം, ക്ലാസിഫിക്കേഷൻ ഓഫ് മെരിസ്റ്റം. അപ്പം മെരിസ്റ്റത്തെ എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താം? ഒന്ന്, ബേസ്ഡ് ഓൺ ഒറിജിൻ. ബേസ്ഡ് ഓൺ ഒറിജിൻ. ഒറിജിൻ നമുക്കറിയാം, ഉത്ഭവം. ഉത്ഭവത്തെ ആസ്പദമാക്കി മെരിസ്റ്റത്തെ രണ്ടായി തരംതിരിക്കുന്നു. 2 ടൈപ്സ്. ഒന്ന്, പ്രൈമറി മെരിസ്റ്റം. പ്രൈമറി മെരിസ്റ്റം എന്ന് വെച്ചാൽ പ്രാഥമിക മെരിസ്റ്റം എന്നാണ്. എന്താണ് ഈ പ്രാഥമികം? വേറൊന്നുമല്ല, നമ്മൾ പറഞ്ഞു ഒറിജിൻ. ഇപ്പോൾ ഒരു പ്ലാന്റിൽ ആക്ടിവിറ്റി തുടങ്ങുന്നത് അല്ലെങ്കിൽ ഡിവൈഡിങ് ആക്ടിവിറ്റി തുടങ്ങുന്നത്, ഇപ്പോൾ നമുക്കറിയാം പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എങ്ങനെയാണ് രൂപം കൊള്ളുക? വിത്ത്. ഇപ്പം നമ്മളൊരു നെൽവിത്ത് കുഴിച്ചിടുന്നു. അപ്പോൾ അതിൽ നിന്നും ഒരു മുള ആദ്യം താഴോട്ടുണ്ടാകുന്നു, പിന്നെ മേലോട്ടുണ്ടാകുന്നു. അപ്പോൾ ഈ വിത്തിനകത്ത് എന്താ ഉള്ളത്? ഈ കിളിക്കുന്നത്, അതിനെ നമ്മൾ എംബ്രിയോ എന്നാ പറയുക. എംബ്രിയോ അല്ലെങ്കിൽ ഭ്രൂണം. എംബ്രിയോ താഴോട്ട് കിളിക്കുന്നു, എംബ്രിയോയുടെ ഭാഗമാണ് താഴോട്ട് കിളിക്കുക. താഴോട്ട് കിളിക്കുന്നതിനെ നമ്മൾ എന്താ, അല്ലെങ്കിൽ റൂട്ട്, അതിനെ റാഡിക്കിൾ എന്നാ പറയുക, റൂട്ട് ടിപ്പ്. മേലോട്ട് കിളിക്കുന്നതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പ്ലിമ്യൂൾ അല്ലെങ്കിൽ സ്റ്റെം ടിപ്പ് എന്നാണ് പറയുക. അപ്പോൾ എംബ്രിയോ ആണ് ഇവിടെ, അല്ലെങ്കിൽ എംബ്രിയോയുടെ സെല്ലുകളാണ് ഡിവൈഡ് ചെയ്യുക. റാഡിക്കിളിലെ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് റൂട്ട് സിസ്റ്റം ആകുന്നു, പ്ലിമ്യൂളിലെ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് ഷൂട്ട് സിസ്റ്റം ആകുന്നു. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്തായാലും പ്ലിമ്യൂള്, റാഡിക്കിൾ. അപ്പോൾ എംബ്രിയോണിക് സ്റ്റേജിൽ നിന്ന് ഡിവിഷൻ തുടങ്ങുന്നു. അപ്പോൾ താഴോട്ട് റൂട്ട് സിസ്റ്റം ഉണ്ടാകുന്നു, മേലോട്ട് ഷൂട്ട്, SHOOT, ഷൂട്ട് സിസ്റ്റം ഉണ്ടാകുന്നു. ഇനി ഈ ഷൂട്ടിൻ്റെ ടിപ്പിലും റൂട്ടിൻ്റെ ടിപ്പിലും ഡിവൈഡിങ് സെൽസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഗ്രോയിങ് റീജിയൻ അല്ലെങ്കിൽ മെരിസ്റ്റം. അപ്പോൾ ഈ എംബ്രിയോണിക് സ്റ്റേജിൽ നിന്നുണ്ടാകുന്ന മെരിസ്റ്റത്തെയാണ് പ്രൈമറി മെരിസ്റ്റം എന്ന് പറയുക. അപ്പോൾ പ്രൈമറി മെരിസ്റ്റം ഫോംഡ് ഫ്രം എംബ്രിയോണിക് സ്റ്റേജ്, അതാണ് പ്രൈമറി സ്റ്റേജ്. അപ്പോൾ ആ മെരിസ്റ്റത്തെയാണ് എന്ത് വിളിക്കുക? പ്രൈമറി മെരിസ്റ്റം. അപ്പോൾ പ്രൈമറി മെരിസ്റ്റത്തിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പ്രൈമറി മെരിസ്റ്റത്തിന് എക്സാമ്പിളാണ് മെരിസ്റ്റംസ് അറ്റ് ദ സ്റ്റെം ടിപ്പ് ആൻഡ് റൂട്ട് ടിപ്പ്, അല്ലെങ്കിൽ സ്റ്റെം ഏപ്പെക്സ് ആൻഡ് റൂട്ട് ഏപ്പെക്സ്. അപ്പോൾ സ്റ്റെം ഏപ്പെക്സിലെയും റൂട്ട് ഏപ്പെക്സിലെയും മെരിസ്റ്റം പ്രൈമറി മെരിസ്റ്റമാണ്. കാരണം അത് ഉണ്ടായത് എംബ്രിയോണിക് സ്റ്റേജിൽ നിന്നാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ, ഉത്ഭവത്തെ ആസ്പദമാക്കി രണ്ടാമത്തെ മെരിസ്റ്റമാണ് സെക്കൻഡറി. ഓർക്കുക, എന്താണ് സെക്കൻഡറി മെരിസ്റ്റം? ദ്വിതീയ മെരിസ്റ്റം. സെക്കൻഡറി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൈമറി, പ്രാഥമികം എന്ന് വെച്ചാൽ എംബ്രിയോണിക് സ്റ്റേജിൽ നിന്ന്. അപ്പോൾ എന്താണ് സെക്കൻഡറി മെരിസ്റ്റം? അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, പ്രൈമറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ എംബ്രിയോണിക് സ്റ്റേജിൽ നിന്നുണ്ടാകുന്ന മെരിസ്റ്റമാണ്. അതിന് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് സ്റ്റെം ടിപ്പ്, റൂട്ട് ടിപ്പ്. അപ്പോൾ ഇത് റൂട്ട് ആണെങ്കിൽ അതിൻ്റെ ടിപ്പിലുള്ള മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രൈമറി മെരിസ്റ്റമാണ്. അപ്പോൾ ഈ പ്രൈമറി മെരിസ്റ്റത്തിലെ സെല്ലുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു
ടിപ്പിക്കൽ റൂട്ടിൻ്റെ ഭാഗങ്ങൾ പറയുകയുണ്ടായി നമ്മൾ മോർഫോളജി പഠിക്കുമ്പം. അപ്പോൾ ഇവിടെ മെരിസ്റ്റമാണ് ആക്റ്റീവ്ലി ഡിവൈഡിങ് ആണ്. പക്ഷേ അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ റീജിയൻ ഓഫ് എലോങ്ങേഷൻ, റീജിയൻ ഓഫ് മെച്ചുറേഷൻ അത് നമ്മൾ പറയുകയുണ്ടായി. എന്ന് വെച്ചാൽ ഈ ഡിവൈഡിങ് സെല്ലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സെല്ലുകൾ, ഈ പ്രൈമറി മെരിസ്റ്റത്തിൽ നിന്നുണ്ടാകുന്ന സെല്ലുകൾ അങ്ങ് പെർമനൻ്റായി മാറും. പെർമനൻ്റായി മാറുക എന്ന് പറഞ്ഞാൽ അതിന് ഡിവിഷൻ ഇല്ലാതായി മാറും. ഇത് ടിപ്പ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ടിപ്പിലുള്ള സെല്ലുകൾ മാത്രം ഡിവൈഡിങ് ആയിരിക്കും. എന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന സെല്ലുകളെല്ലാം എന്തായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും? നോൺ ഡിവൈഡിങ് സെല്ലുകൾ അല്ലെങ്കിൽ മെച്യൂർ സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അത്തരം ടിഷ്യൂവിനെയാണ് നമ്മൾ പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുക. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ രൂപം കൊള്ളുന്ന ഡിവൈഡിങ് അല്ലെങ്കിൽ വിഭജനശേഷി ഇല്ലാതായി മാറുന്ന ടിഷ്യൂവിനെയാണ് നമ്മൾ പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുക. അപ്പോൾ പ്രൈമറി മെരിസ്റ്റത്തിൽ നിന്നുണ്ടാകുന്ന ടിഷ്യൂവിനെ നമുക്ക് പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂ എന്ന് വിളിക്കാം. ഓർക്കണം. അപ്പോൾ പ്രൈമറി മെരിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ടിഷ്യൂവിനെ വിളിക്കുന്ന പേരെന്താണ്? ഇതിപ്പോൾ പ്രൈമറി മെരിസ്റ്റമാണെങ്കിൽ പ്രൈമറി മെരിസ്റ്റം, അതിൽ നിന്നുണ്ടാകുന്ന സെല്ലുകൾ നോൺ ഡിവൈഡിംഗ് ആയി മാറുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി പെർമനൻ്റ് ടിഷ്യൂ. ഓർക്കുക. അപ്പോൾ പ്രൈമറി മെരിസ്റ്റത്തിൽ നിന്നുണ്ടാകുന്ന പെർമനൻറ്റ് ടിഷ്യൂ ആണ് പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂ. അല്ലെങ്കിൽ നമുക്കതിനെ പ്രൈമറി ടിഷ്യൂ എന്നും പറയാം. പ്രൈമറി ടിഷ്യൂ. പ്രൈമറി ടിഷ്യൂ എന്ന് പറഞ്ഞാൽ പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂ ആണ്. അപ്പോൾ പ്രൈമറി മെരിസ്റ്റത്തിൽ നിന്നും എന്തുണ്ടായി? പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂ ഉണ്ടായി. അതാണ് നമ്മൾ പെർമനൻറ്റ് ടിഷ്യൂ ഇനി അടുത്ത് പഠിക്കുന്നത്. ഇനി ആ പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂ ചില സന്ദർഭങ്ങളിൽ വീണ്ടും മെരിസ്റ്റമാറ്റിക് ആകും. എന്ന് വെച്ചാൽ വീണ്ടും അത് ഡിവൈഡിങ് കപ്പാസിറ്റി ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന മെരിസ്റ്റമാണ് സെക്കൻഡറി മെരിസ്റ്റം. അപ്പോൾ സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫോംഡ് ഫ്രം പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ പ്രൈമറി ടിഷ്യൂസ്. പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ പ്രൈമറി ടിഷ്യൂസ്. ഓർക്കുക. അപ്പോൾ പ്രൈമറി ടിഷ്യൂസിൽ നിന്ന് രൂപം കൊള്ളുന്ന മെരിസ്റ്റമാണ് സെക്കൻഡറി മെരിസ്റ്റം. പ്രൈമറി മെരിസ്റ്റം എന്ന് പറയുമ്പോൾ എംബ്രിയോണിക് സ്റ്റേജ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, മെരിസ്റ്റം സച്ച് ദ സ്റ്റെം ടിപ്പ് ആൻഡ് റൂട്ട് ടിപ്പ്. അപ്പോൾ ഈ സ്റ്റെം ടിപ്പിനും റൂട്ട് ടിപ്പിനും അതിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന പ്രൈമറി ടിഷ്യൂസിൽ നിന്നുണ്ടാകുന്ന മെരിസ്റ്റമാണ് സെക്കൻഡറി മെരിസ്റ്റം. അതിന് എക്സാമ്പിളാണ്, ഓർക്കുക, സെക്കൻഡറി മെരിസ്റ്റത്തിന് എക്സാമ്പിളാണ് നമ്മളിനി പഠിക്കും ഇൻ്റർ വെസിക്കുലർ കാമ്പിയം. അത് നമ്മൾ പഠിക്കും. പിന്നെ കോർക്ക് കാമ്പിയം. അപ്പോൾ പ്രൈമറി മെരിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂസ് എല്ലാം കൂടെ ചേർന്നുള്ള ഗ്രോത്ത് ഉണ്ടാകും. എന്ന് വെച്ചാൽ സ്റ്റെമ്മിനും റൂട്ടിനും നീളം വർദ്ധിക്കുക, എലോങ്ങേഷൻ. ആ ഗ്രോത്തിനെ നമുക്ക് പ്രൈമറി ഗ്രോത്ത് എന്ന് പറയാം. ഓർക്കുക. കാരണം അവിടെ ഏത് പെർമനൻറ്റ് ടിഷ്യൂ ആയിരിക്കാം? പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂ ആണ്. അപ്പോൾ പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂസിൻ്റെ അഡീഷൻ മൂലമുണ്ടാകുന്ന ഗ്രോത്തിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രോത്ത് എന്ന് വിളിക്കുക. പ്രൈമറി ഗ്രോത്ത് എന്ന് വെച്ചാൽ പ്രാഥമിക വളർച്ച. അപ്പോൾ സെക്കൻഡറി, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ സെക്കൻഡറി മെരിസ്റ്റം അതെങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു, ഫോംഡ് ഫ്രം പ്രൈമറി ടിഷ്യൂ. ആ സെക്കൻഡറി മെരിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സെക്കൻഡറി മെരിസ്റ്റമായ ഇൻ്റർവെസിക്കുലർ കാമ്പിയവും കോർക്ക് കാമ്പിയും വീണ്ടും ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിൽ നിന്നും എന്തുണ്ടാകും? കുറേ ടിഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ ഇത് സെക്കൻഡറി മെരിസ്റ്റമാണ്, ഡിവൈഡിങ് ആണ്. പക്ഷേ ഇത് ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന ടിഷ്യൂസ് അല്ലെങ്കിൽ സെല്ലുകൾ വീണ്ടും എന്തായി മാറും? അതും നോൺ ഡിവൈഡിങ് ആയി മാറും. അപ്പം നമ്മൾ പറഞ്ഞ എന്താണ്? പ്രൈമറി മെരിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പെർമനൻറ്റ് ടിഷ്യൂ ആണ് പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂ. അങ്ങനെ ഉണ്ടാകുന്ന ഗ്രോത്താണ് പ്രൈമറി ഗ്രോത്ത്. ഓർക്കുക, ഒന്നുകൂടെ പറയാം. പ്രൈമറി മെരിസ്റ്റം അതിൽ നിന്നുണ്ടാകുന്ന പെർമനൻറ്റ് ടിഷ്യൂ ആണ് പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ പ്രൈമറി ടിഷ്യൂ. ഇനി ആ ടിഷ്യൂവിനുണ്ടാകുന്ന ഗ്രോത്താണ് പ്രൈമറി ഗ്രോത്ത്, പ്രാഥമിക വളർച്ച. അതേപോലെ സെക്കൻഡറി മെരിസ്റ്റം, ഓർക്കണം, അതിൽ നിന്നുണ്ടാകുന്ന പെർമനൻറ്റ് ടിഷ്യൂ ആണ് സെക്കൻഡറി പെർമനൻറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ നമുക്ക് അതിനെ സെക്കൻഡറി ടിഷ്യൂസ് എന്ന് വിളിക്കാം. സെക്കൻഡറി ടിഷ്യൂസ്
മൂലമുണ്ടാകുന്ന ഗ്രോത്തിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഗ്രോത്ത്, ദ്വിതീയ വളർച്ച. അപ്പോൾ ഇത് ദ്വിതീയ വളർച്ച, ഇത് പ്രാഥമിക വളർച്ച, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ബേസ്ഡ് ഓൺ ഒറിജിൻ ആണ്. ഇപ്പോൾ 2 മെരിസ്റ്റം ഏതാണ്? ഒന്ന് പ്രൈമറി മെരിസ്റ്റം, 2 സെക്കൻഡറി മെരിസ്റ്റം. ഇനി ബേസ്ഡ് ഓൺ പൊസിഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഒന്നേ പറഞ്ഞുള്ളൂ, ക്ലാസിഫിക്കേഷൻ ഓഫ് മെരിസ്റ്റം ബേസ്ഡ് ഓൺ ഒറിജിന് 2 മെരിസ്റ്റം, പ്രൈമറി മെരിസ്റ്റം, സെക്കൻഡറി മെരിസ്റ്റം. ഇനി ബേസ്ഡ് ഓൺ പൊസിഷൻ ഉണ്ട്. ബേസ്ഡ് ഓൺ പൊസിഷൻ, സ്ഥാനം. സ്ഥാനത്തെ ആസ്പദമാക്കി നമുക്ക് മെരിസ്റ്റത്തെ തരംതിരിക്കാം. അതൊന്ന് ഏപ്പിക്കൽ മെരിസ്റ്റം. അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഏപ്പിക്കൽ മെരിസ്റ്റം. അപ്പോൾ ഏപ്പിക്കൽ മെരിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, സ്റ്റെമ്മിൻ്റെ ടിപ്പിലുള്ളത്, റൂട്ടിൻ്റെ ടിപ്പിലുള്ളത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പം ടിപ്പാണ്, അല്ലെങ്കിൽ ഏപ്പീസസ് ആണ്. അപ്പോൾ മെരിസ്റ്റംസ് അറ്റ് ദ ഏപ്പീസസ് ആണ്. അപ്പോൾ പൊസിഷൻ എന്ന് പറയുമ്പോൾ എവിടെയാണ്? അറ്റ് ദ ഏപ്പെക്സ്. അതാണ് ഏപ്പിക്കൽ മെരിസ്റ്റം. അതിന് എക്സാമ്പിളാണ് മെരിസ്റ്റംസ് അറ്റ് ദ സ്റ്റെം ടിപ്പ് അല്ലെങ്കിൽ റൂട്ട് ടിപ്പ്. അത് ഏപ്പിക്കൽ മെരിസ്റ്റമാണ്. അണ്ടർസ്റ്റാൻഡ്? ഇനി അടുത്തത് 2 ഇൻ്റർ കാലറി. ഇൻ്റർ കാലറി മീൻസ് ഇടയിൽ എന്നാണ്. ഇൻ്റർ കാലറി മെരിസ്റ്റം. അപ്പോൾ എന്താണ് ഇൻ്റർ കാലറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ? അത് മോണോകോട്ട് പ്ലാന്റിലാണ് സാധാരണ ഇൻ്റർ കാലറി മെരിസ്റ്റം കാണപ്പെടുക. ഇപ്പം മോണോകോട്ട് പ്ലാന്റ് നിങ്ങൾ ഗ്രാസ് എടുക്കുക. ഗ്രാസ് എടുക്കുകയാണെങ്കിൽ ഇതിപ്പം പുല്ലാണെങ്കിൽ പുല്ലിൻ്റെ സ്റ്റെമ്മ്, ഇത് നോഡ്, ഇത് അടുത്ത നോഡ്, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ളത് ഇൻ്റർ നോഡ്. അപ്പോൾ അതിൽ ഇൻ്റർ നോഡാണല്ലോ, ഈ ഇൻ്റർ നോഡിൻ്റെ ബേസിൽ ഈ ഭാഗം എന്ന് പറയുമ്പം ഓർക്കുക, 2 ഇവിടെയും പെർമനൻറ്റ് ടിഷ്യൂ ആയിരിക്കും, ഇവിടെയും പെർമനൻറ്റ് ടിഷ്യൂ ആയിരിക്കും. 2 പെർമനൻറ്റ് ടിഷ്യൂവിന് ഇടയിലുണ്ടാകുന്ന മെരിസ്റ്റമാണ്. ശരിക്കും ആ മെരിസ്റ്റം എന്ന് പറയുന്നത് ഏപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്നും വേർപെട്ട് പോകുന്ന മെരിസ്റ്റം തന്നെയാണ്. ഏപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോയി ആ മെരിസ്റ്റം തന്നെയാണ്. പക്ഷേ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ പെർമനൻറ്റ് ടിഷ്യൂ ആണ്. അതാണ് ഇൻ്റർ കാലറി. ഇൻ്റർ കാലറി മീൻസ് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഇൻ്റർ കാലറി മെരിസ്റ്റം എവിടെയാണ് കാണപ്പെടുക? ഇൻ ബിറ്റ്വീൻ പെർമനൻറ്റ് ടിഷ്യൂസ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് നമ്മൾ ഇൻ്റർ കാലറി എന്ന് പറയുക. അപ്പോൾ ഇൻ ബിറ്റ്വീൻ പെർമനൻറ്റ് ടിഷ്യൂസ് ആണ്. പെർമനൻറ്റ് ടിഷ്യൂസിന് ഇടയിലായി കാണപ്പെടും. അത് കാണപ്പെടുന്നതിന് എക്സാമ്പിളാണ് ഒക്കറിൻ ഗ്രാസ്. ദേ ഒക്കറിൻ ഗ്രാസ് ആണ്. അപ്പോൾ അതെന്തിനാ സഹായിക്കുക? ദേ റീജനറേറ്റ്. അപ്പോൾ ഇത് സാധാരണ ഇതിലിപ്പോൾ നമ്മൾ ബ്രൗസിങ് അനിമൽസൊക്കെ ഉണ്ട്, പുല്ലൊക്കെ കഴിക്കുമ്പോൾ അതങ്ങ് പൊട്ടിപ്പോകും. അങ്ങനെ പൊട്ടിപ്പോയാൽ തന്നെയും ഈ മെരിസ്റ്റം ഉള്ളതുകൊണ്ട് വീണ്ടും കിളിക്കും. അപ്പോൾ ദേ ഒക്കറിൻ ഗ്രാസ് ആൻഡ് റീജനറേറ്റ്. അപ്പോൾ അങ്ങനെ ബ്രൗസിങ് അനിമൽസ് അല്ലെങ്കിൽ മേയുന്ന മൃഗങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ, പുല്ല് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗങ്ങളുണ്ടെങ്കിൽ ഇവിടെ വെച്ച് മുറിഞ്ഞു പോയാൽ ഇത് വീണ്ടും കിളിക്കാൻ ഈ മെരിസ്റ്റം സഹായകമാകും. അപ്പോൾ ദേ ഒക്കറിൻ ഗ്രാസ് ആൻഡ് റീജനറേറ്റ്. വീണ്ടും വരും. റീജനറേറ്റ് പാർട്സ് റിമൂവ്ഡ് ബൈ ദ ഗ്രേസിംഗ് ഹെർബിവോർസ്. സസ്യഭോജികൾ. അപ്പോൾ നമ്മൾ പറയാം കന്നുകാലികളൊക്കെയാണ്, അവരൊക്കെ വന്ന് കഴിക്കുകയാണെങ്കിൽ, ഗ്രേസിംഗ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഭക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും റീജനറേറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇൻ്റർ കാലറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ പെർമനൻറ്റ് ടിഷ്യൂ, അതിൻ്റെ പൊസിഷൻ അതാണ്. ഇനി മൂന്നാമത്തെ മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം. ഇപ്പോൾ ലാറ്ററൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇത് ടിപ്പിലാണ്, ഇത് ഇടയിലാണ്. ലാറ്ററൽ എന്ന് വെച്ചാൽ സൈഡിൽ, സ്റ്റെമ്മിൻ്റെയോ റൂട്ടിലെയോ വശങ്ങളിലായിട്ട്, ലാറ്ററൽ സൈഡിലായിട്ട് കാണപ്പെടുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. അപ്പോൾ ഏപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നീളം വർദ്ധിക്കുന്നു. സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും നീളം വർദ്ധിക്കുന്നു ഏപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട്. ഇനി ഇൻ്റർ കാലറി മെരിസ്റ്റത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഇൻ്റർനോഡൽ എലോങ്ങേഷൻ. ഇനി ലാറ്ററൽ മെരിസ്റ്റത്തിൻ്റെ പ്രവർത്തന ഫലമായി തിക്കനിങ്, കനം. ഇപ്പോൾ ലാറ്ററൽ മെരിസ്റ്റം ഹെൽപ്സ് തിക്കനിങ് ഓർ ഗർത്ത്. ചുറ്റളവ്. ഗർത്ത് ഓഫ് സ്റ്റെം ഓർ റൂട്ട്. സ്റ്റെമ്മിൻ്റെയോ റൂട്ടിൻ്റെയോ വണ്ണം വർദ്ധിക്കാൻ കാരണമാകുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. അപ്പോൾ ബേസ്ഡ് ഓൺ പൊസിഷൻ 3 മെരിസ്റ്റംസ്: ഏപ്പിക്കൽ, ഇൻ്റർ കാലറി, ലാറ്ററൽ.
അപ്പോൾ നമ്മൾ പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് പെർമനൻറ്റ് ടിഷ്യൂ ആണ്. അപ്പം നമുക്ക് ഫോക്കസ് പോയിൻ്റ് അനുസരിച്ച് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്, അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പെർമനൻറ്റ് ടിഷ്യൂവിൽ പെർമനൻറ്റ് ടിഷ്യൂ ഞാൻ പറഞ്ഞു. പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ദ ടിഷ്യൂ വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് നോൺ ഡിവൈഡിങ് സെൽസ് കൊണ്ട് നിർമ്മിതമായ ടിഷ്യൂ ആണ് പെർമനൻറ്റ് ടിഷ്യൂ. ഓർക്കാം, പ്രൈമറി മെരിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂ, സെക്കൻഡറി മെരിസ്റ്റത്തിൽ ഉണ്ടാകുന്നത് സെക്കൻഡറി പെർമനൻറ്റ് ടിഷ്യൂ. ഇനി ഈ പെർമനൻറ്റ് ടിഷ്യൂവിനെ നമ്മൾ രണ്ടാക്കുന്നു, 2 ടൈപ്സ്. ഓർക്കുക, 2 ടൈപ്പാണ്. ഒന്ന് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ, അപ്പോൾ രണ്ടെന്താണ്, കോംപ്ലെക്സ് പെർമനൻറ്റ് ടിഷ്യൂ. അപ്പോൾ ഒന്ന് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആണ്, 2 കോംപ്ലെക്സ് പെർമനൻറ്റ് ടിഷ്യൂ ആണ്. അപ്പോൾ എന്താണ് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂവും കോംപ്ലെക്സ് പെർമനൻറ്റ് ടിഷ്യൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിമ്പിളാണ്. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂവിലെ ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്ന് വെച്ചാൽ സിമിലർ സെൽസ് ആയിരിക്കും, ഒരേ കണക്കുള്ള സെല്ലുകളായിരിക്കും. അപ്പോൾ എന്തായിരിക്കും കോംപ്ലെക്സ്? ഡിസിമിലർ സെൽസ് ആയിരിക്കും. ഇതാണ് വ്യത്യാസം. അപ്പോൾ സിമ്പിൾ ടിഷ്യൂ ഈസ് കമ്പോസ്ഡ് ഓഫ് സിമിലർ സെൽസ്, ബട്ട് കോംപ്ലെക്സ് ടിഷ്യൂ ഈസ് കമ്പോസ്ഡ് ഓഫ് ഡിസിമിലർ സെൽസ്, പലതരത്തിലുള്ള സെൽ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് സിമ്പിൾ ടിഷ്യൂസ് ഏതൊക്കെയാണ്? അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, നമുക്ക് ഫോക്കസ് പോയിന്റിൽ എങ്കിൽ പേര് പറയാം. ഇമ്പോർട്ടൻറ്റ് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ്, അതൊന്നാണ് പാരൻകൈമ. അപ്പോൾ അത് ലിവിങ് ടിഷ്യൂ ആണ്. ലിവിങ് ടിഷ്യൂ എന്ന് പറയാൻ കാര്യം ഈ സെല്ലുകളിനകത്ത് പ്രോട്ടോപ്ലാസം, ഒരു സെല്ല് ലിവിങ് എന്ന് പറയാൻ കാരണം അതിനകത്ത് ലിവിങ് കണ്ടന്റ് ഉണ്ടാകും. ആ ലിവിങ് കണ്ടന്റിനെ വിളിക്കുന്ന പേര് പ്രോട്ടോപ്ലാസം എന്നാണ്. പ്രോട്ടോപ്ലാസം എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ഇനി ന്യൂക്ലിയസ് ഇല്ലെങ്കിലും നമുക്ക് അതിനെ ലിവിങ് എന്ന് പറയാം. ഓർക്കുക, അപ്പോൾ ഒന്ന് പാരൻകൈമ ലിവിങ് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആണ്. 2 കോളൻ കൈമ, ഇതും ലിവിങ് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആണ്. ഇനി 3 സ്ക്ലീറൻ കൈമയാണ്. സ്ക്ലീറൻ കൈമ, ഇത് നോൺ ലിവിങ് ആണ്, അല്ലെങ്കിൽ ഡെഡ് ആണ്. ഡെഡ് എന്ന് പറയാൻ കാര്യം ഇതിനിപ്പോൾ ഈ സെല്ലെടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ലിവിങ് കണ്ടൻ്റായ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോപ്ലാസോ ന്യൂക്ലിയസും കാണില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൽ വാൾ ഉണ്ടല്ലോ, സെൽ വാളിന് ഇങ്ങനെ കനമുണ്ടാകും, സെൽ വാളിന് കട്ടിയുണ്ടാകും, സെൽ വാൾ ഇങ്ങനെ കട്ടിയുണ്ടാകും. സെൽ വാൾ എങ്ങനെ കട്ടിയുണ്ടാകും? ഇതിനകത്ത് ചില മെറ്റീരിയൽസ് ഡിപ്പോസിറ്റ് ചെയ്യും. നോർമൽ സെൽ വാൾ മെറ്റീരിയൽ സെല്ലുലോസ് ആണെങ്കിൽ ഇതിനകത്ത് സെല്ലുലോസിന് പുറമെ മറ്റൊരു മെറ്റീരിയൽ, അതാണ് ലിഗ്നിൻ. ലിഗ്നിൻ ലിഗ്നിൻ എന്ന മെറ്റീരിയൽ അടിഞ്ഞു ചേരും, ലിഗ്നിഫൈഡ് ആണ്. അപ്പോഴത്തേക്ക് പ്രോട്ടോപ്ലാസം ഇല്ലാതായി മാറും. അപ്പോൾ ഇത് നല്ല മെക്കാനിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ യാന്ത്രികമായ ബലം പ്ലാന്റിന് കൊടുക്കുന്നതാണ് സ്ക്ലീറൻകൈമ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് സിമ്പിൾ ടിഷ്യൂ എന്ന് പറഞ്ഞതേ ഉള്ളൂ, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഇനി സ്ക്ലീറൻകൈമ 2 തരമുണ്ട്, അത് നമുക്ക് ചിലപ്പോൾ ഉപയോഗമായി വരും. നീളം കൂടിയ സ്ക്ലീറൻകൈമയുണ്ട്, അതിനെ വിളിക്കുന്ന പേര് ഫൈബേഴ്സ് എന്നാണ്. അത് നമ്മൾ ഓർത്തിരിക്കുക, അത് നമ്മൾ കോംപ്ലക്സ് ടിഷ്യൂവിൽ ഓർക്കും. ഇപ്പോൾ എലോങ്ങേറ്റഡ് സ്ക്ലീറൻകൈമയാണ് ഫൈബേഴ്സ്. ഇനി നോൺ എലോങ്ങേറ്റഡ് സ്ക്ലീറൻകൈമയുണ്ട്, അതിനെ സ്ക്ലീറീഡ്സ് എന്ന് പറയും. നോൺ എലോങ്ങേറ്റഡ്, അതൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ എലോങ്ങേറ്റഡ് ആണെങ്കിൽ ഫൈബേഴ്സ് നീളം കൂടിയത്, നോൺ എലോങ്ങേറ്റഡ് ആണെങ്കിൽ നീളം കൂടിയില്ലാത്തത് സ്ക്ലീറീഡ്സ്. അപ്പോൾ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂവിൽ നമുക്കത് പഠിക്കേണ്ട അത് ഓർത്തിരുന്നാൽ മതി. നമുക്ക് പഠിക്കേണ്ടത് കോംപ്ലക്സ് ടിഷ്യൂ ആണ്, അതിലേക്ക് വരാം. അതാണ് ഫോക്കസ് പോയിന്റ്. കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മേഡപ്പ് ഓഫ് ഡിസിമിലർ സെൽസ് ആണ്. ഇമ്പോർട്ടൻറ്റ് കോംപ്ലക്സ് ടിഷ്യൂ 2 എണ്ണമാണ്. ഒന്ന് സൈലം, 2 ഫ്ലോയം. ഓർക്കുക, ഇമ്പോർട്ടൻറ്റ് സിമ്പിൾ ടിഷ്യൂസ് 2 എണ്ണമാണ്. ഒന്ന് സൈലം, മറ്റൊന്ന് ഫ്ലോയം. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് സൈലത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് സൈലത്തെ കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറഞ്ഞത്? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, മേഡപ്പ് ഓഫ് ഡിസിമിലർ സെൽസ് എന്നാണ്. അപ്പോൾ സൈലത്തിന് 4 എലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഡിസിമിലർ സെൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? സൈലം കമ്പോസർ ഓഫ് അല്ലെങ്കിൽ മേഡപ്പ് ഓഫ് 4 എലിമെൻറ്റ്സ്, 4 എലിമെൻറ്റ്സ് ആണ്. ഒന്ന് പഠിക്കണം, ട്രക്കീഡ്സ്. 2 വെസൽസ് അല്ലെങ്കിൽ ട്രക്കിയെ എന്ന മറ്റൊരു പേരുമുണ്ട്, ട്രക്കിയെ.
3 സൈലം ഫൈബേഴ്സ്, 4 സൈലം പാരങ്കൈമ. ഓർക്കുക. അപ്പോൾ 1 ട്രക്കീഡ്സ്, 2 വെസൽസ് അല്ലെങ്കിൽ ട്രക്കിയെ, 3 സൈലം ഫൈബേഴ്സ്, 4 സൈലം പാരങ്കൈമ. അപ്പോൾ ഇത്തരത്തിലുള്ള 4 എലിമെൻറ്റ്സ് ഉള്ളത് കൊണ്ടാണ് സൈലത്തെ കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറഞ്ഞത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണമാണ്. ഇത് രണ്ടെണ്ണമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം സൈലം ഫൈബേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ക്ലീറൻകൈമ 2 തരമുണ്ട്. എലോങ്ങേറ്റഡ് സ്ക്ലീറൻകൈമയാണ് ഫൈബേഴ്സ്. പിന്നെ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ഒന്ന് പാരങ്കൈമ എന്നും പറഞ്ഞു. ഈ പാരങ്കൈമ സൈലത്തിലുണ്ട്, അതാണ് സൈലം പാരങ്കൈമ. അതേപോലെ ഈ ഫൈബേഴ്സ് സൈലത്തിലുണ്ട്, അതാണ് സൈലം ഫൈബേഴ്സ്. അത് പിന്നെ ഇപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കുമല്ലോ ഫ്ലോയം. ഫ്ലോയം പഠിക്കുമ്പോഴും ഫ്ലോയത്തിലുമുണ്ട്. ഫ്ലോയത്തിലും ഇതേപോലെ ഫൈബേഴ്സ് ഉണ്ട്, അത് ഫ്ലോയം ഫൈബേഴ്സ്. പാരങ്കൈമയുണ്ട്, ഫ്ലോയം പാരങ്കൈമയുണ്ട്. അപ്പം ഈ 2 സിമ്പിൾ ടിഷ്യൂസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി ശരിക്കും സൈലം എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടെണ്ണമാണ്, ട്രക്കീഡ്സും വെസൽസുമാണ്. ഓർക്കുക. അപ്പോൾ ട്രക്കീഡ്സും വെസൽസുമാണ് മെയിൻ സൈലം എലിമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സൈലവും ഫ്ലോയത്തിനെ നമ്മൾ വേറൊരു പേര് വിളിക്കുന്നുണ്ട്, ഓർമ്മയുണ്ടോ? അതാണ് കണ്ടക്റ്റിംഗ് ടിഷ്യൂസ്. കണ്ടക്റ്റിംഗ്, CONDU, കണ്ടക്റ്റിംഗ് ടിഷ്യൂസ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ വാസ്കുലാർ ടിഷ്യൂസ് എന്നും പറയും. അതിൻ്റെ ഫങ്ഷൻസാണ്. ഇനി എന്തുകൊണ്ടാണ് കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് എന്ന് പറയുന്നത്? അതിൻ്റെ ഫങ്ഷനാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈലത്തിൻ്റെ ഫങ്ഷൻ എന്താണ്, എന്തിൻ്റെ കണ്ടക്ഷനാണ്. ഇപ്പോൾ സൈലം ഫങ്ഷൻസ് കൂടെ നമ്മൾ നോക്കാം. ഫങ്ഷൻസ് കൂടെ പറയുമ്പോൾ സ്ട്രക്ചർ മനസ്സിലാവും. കാരണം ഇത് കുഴലുകളാണ്. കാരണം ഇതിൻ്റെ കണ്ടക്ഷൻ നടക്കാൻ വേണ്ടി അനുയോജ്യമായ കുഴലുകളാണ് സൈലവും ട്രക്കീഡ്സും സൈലം വെസൽസും. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ, സൈലത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ഒന്ന് കണ്ടക്ഷൻ ഓഫ്, അത് അപ്വേർഡ് കണ്ടക്ഷൻ ആകാം, ഡൗൺവേർഡ് കണ്ടക്ഷൻ ആകാം. കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് അല്ലേ? സോറി, ആ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്വേർഡ് കണ്ടക്ഷൻ മാത്രമേ ഉള്ളൂ, ഡൗൺവേർഡ് അല്ല. റൂട്ടിൽ നിന്ന് ലീഫിലേക്ക്, അപ്പോൾ അപ്വേർഡാണ്. അപ്പം അപ്വേർഡ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് എന്ന് പറയാം. അപ്വേർഡ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്, അതാണ് മെയിൻ ഫങ്ഷൻ. പിന്നെ ഒരു ഫങ്ഷൻ കൂടിയുണ്ട്. കാരണം ഈ ട്രക്കീഡ്സും വെസൽസും നിർമ്മിച്ചിരിക്കുന്ന ഡെഡ് സെൽസ് ആണ്. അതേപോലെ അവയുടെ സെൽവാൾ നല്ല ലിഗ്നിഫൈഡ് ആണ്, ലിഗ്നിൻ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ കട്ടിയുള്ള സെൽവാളോട് കൂടിയ സെല്ലുകളാണ്. അപ്പോൾ അവയ്ക്ക് രണ്ടാമതൊരു ഫങ്ഷൻ കൂടി കൊടുക്കാൻ പറ്റും, അതാണ് മെക്കാനിക്കൽ സപ്പോർട്ട്. ഓർക്കുക. അപ്പോൾ സൈലത്തിന് 2 ഫങ്ഷൻസാണ്. മെയിൻ ഫങ്ഷൻ അപ്വേർഡ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്, എന്ന് വെച്ചാൽ റൂട്ട് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്ക് പോകുന്നത് സൈലത്തിലൂടെയാണ്. അതേപോലെ രണ്ടാമതൊരു ഫങ്ഷൻ കൂടിയുണ്ട്, മെക്കാനിക്കൽ സപ്പോർട്ട്. അല്ലെങ്കിൽ നമ്മൾ സൈലം എന്ന് പറഞ്ഞാൽ വുഡെന്നാണ്, ശരിക്കും തടി. നമ്മൾ തടി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? സൈലമാണ്. ശരിക്കും അത് സെക്കൻഡറി സൈലമാണ് നമ്മൾ ഈ കാണുന്ന വുഡെന്ന് പറയുക. അപ്പോൾ സൈലത്തെ വുഡെന്നും പറയാം. അപ്പോൾ വുഡ്, സൈലം ഫൈബേഴ്സിനെ വുഡ് ഫൈബേഴ്സ് എന്നും സൈലം പാരങ്കൈമയെ വുഡ് പാരങ്കൈമയെന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്നത് ഈ 4 സൈലം എലിമെൻറ്റ്സ് ആണ്. ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ്, സൈലം പാരങ്കൈമ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സൈലം വെസൽസും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഫ്ലോയും പഠിക്കാം. ഇന്നിപ്പോൾ നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അപ്പോൾ ഓർക്കുക, ടിഷ്യൂസ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഇനി പെർമനൻറ്റ് ടിഷ്യൂ, സിമ്പിൾ ടിഷ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, പാരങ്കൈമ, കോളങ്കൈമ, സ്ക്ലീറൻകൈമ. ഇനി നമ്മൾ കോംപ്ലക്സ് ടിഷ്യൂസിലേക്ക് വരികയാണ്. അതിൽ സൈലത്തിൻ്റെ 4 എലിമെൻറ്റ്സ് പറഞ്ഞു, ട്രക്കീഡ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ്, സൈലം പാരങ്കൈമ. അതെന്താണെന്ന് പറയാം, അത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്ക് കൂടെ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് ഒന്ന് മറ്റു കുട്ടികളിലേക്ക്, അല്ലെങ്കിൽ തൊട്ടടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, എല്ലാ വീഡിയോസും ഇടുന്നതാണ്, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.